നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്നത് വലിയ ഭീഷണി. പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മാധ്യമങ്ങൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ സെമിനാറുമായി സംഘടന. ചെറുപുഴയിലെ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായത് കന്യാകുമാരി സ്വദേശി രാജൻ യേശുദാസ്. പോലീസ് പ്രതിയെ പിടികൂടിയത് അതിസാഹസികമായി. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാരം ജിജേഷ് കൊറ്റാളിക്ക്. സമ്മാനാർഹമായത് കാവലാൾ എന്ന കഥ. പുരസ്കാര വിതരണം കേരള പിറവി ദിനത്തിൽ. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിങ്കളാഴ്ച മാധ്യമ സെമിനാർ നടത്തുന്നു. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം വലിയ ഭീഷണി നേരിടുകയാണെന്നും ഇതിനെതിരെ മാധ്യമങ്ങൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിൽ ഒക്ടോബർ 30 തിങ്കളാഴ്ച സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാരിനെതിരായി വാർത്തകൾ നൽകിക്കഴിഞ്ഞാൽ അവരെ സർക്കാർ ഏജൻസികളെ കൊണ്ട് വേട്ടയാടിക്കുന്ന EDയെയും അതുപോലെ തന്നെ BBC എല്ലാം അവരോടെല്ലാം എടുത്തിട്ടുള്ള നിലപാടുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് എന്താണ് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ 4ാം തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ജനാധിപത്യമാണ് കൊല ചെയ്യപ്പെടുന്നത്. അത്തരമൊരു അവസ്ഥ ഇന്ത്യയിലെ സ്ത്രീകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ന്യൂസ് ക്ലിക്കിൻ്റെ പ്രവർത്തകരെ പ്രബീർ പുർഗായസ്തെ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും വീണ്ടും ഇപ്പോൾ നമുക്ക് വീണ്ടും വാർത്തയിൽ വന്നു കഴിഞ്ഞു. എന്താണ് ചൈന ബന്ധം ആരോപിക്കുന്നു, അതുപോലുള്ള കാര്യങ്ങൾ അവർക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലും നമ്മൾ കാണുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൻ്റെ സീരിയസ്നെസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന വിമർശനമാണ് മഹിളാ അസോസിയേഷന് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. ഈ ഇന്ത്യയിലെ ഈ ഒരു വലിയ മാധ്യമവേട്ട നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോടുള്ള വിമർശനവും മഹിളാ അസോസിയേഷനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മീഡിയ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന സെമിനാർ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 9 വർഷത്തിനിടെ 88 മാധ്യമപ്രവർത്തകരാണ് രാജ്യത്തിൽ കൊല്ലപ്പെട്ടത്. കേന്ദ്ര സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ വാർത്തകൾ നൽകിയതിന്റെ പേരിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടലിൽ ഇരയാകുന്നു. അവസാനമായി ന്യൂസ് ക്ലിക്ക് എഡിറ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന മാധ്യമ വേട്ടയ്ക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KPV പ്രീത, ജില്ലാ സെക്രട്ടറി PK ശ്യാമള, MV സരള തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭയിലും രാജ്യസഭയിലുമായി 8 MPമാരുള്ള നാടാണ് കണ്ണൂരെങ്കിലും ഏറെ പ്രതീക്ഷയോടെ ജനങ്ങൾ കണ്ട കണ്ണൂർ വിമാനത്താവളം അനാഥമായി കൊണ്ടിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP. AIYF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AIYFന്റെയും ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന എന്നുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ കണ്ണൂരിന്റെ ഒരു പൊതു പ്രശ്നമായി ഇതിനെ കണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ സജീവമായ കൂട്ടായ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും AIYFനോട് യോജിക്കാൻ കഴിയാത്തവർ സ്വാഭാവികമായും ധാരാളം ഉണ്ടായിരിക്കാം. പക്ഷേ AIYF എന്നോ മറ്റേതെങ്കിലും സംഘടനയോ എന്നുള്ള പരിഗണന ഒന്നും കൊടുക്കാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതാണ് അടിസ്ഥാനപരമായ കാര്യം. കണ്ണൂർ വിമാനത്താവളത്തെ തകർക്കരുത്, കണ്ണൂരിന്റെ വികസനം തടയരുത് എന്ന സന്ദേശമുയർത്തി AIYF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ. അഡ്വക്കേറ്റ് P അജയ്കുമാർ മോഡറേറ്ററായി. വിവിധ യുവജന സംഘടനാ നേതാക്കളായ KV രജീഷ്, PM അഖിൽ, റിജിൽ മാക്കുറ്റി, CK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ജിതിൻ രഘുനാഥ്, സന്തോഷ് കാലാത്ത് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ഈ മാസം 31 നടക്കുന്ന ബസ് സമരം കണ്ണൂർ ജില്ലയിൽ സമ്പൂർണ്ണമായിരിക്കുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ ബോഡി യോഗം പ്രഖ്യാപിച്ചു. ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ PK പവിത്രൻ അധ്യക്ഷത വഹിച്ചു. PP മോഹനൻ, TM സുധാകരൻ, PV പത്മനാഭൻ, M പ്രശാന്ത്, P രാജൻ, C മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു.
സാധനങ്ങൾക്ക് വില കൂടി, അതിലൊരു പ്രശ്നമില്ല. പ്രശ്നം വിദ്യാർത്ഥികൾ വർഷാത് മാത്രമാണ്. എത്ര കോടി കൊടുത്തില്ല, എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്തില്ല ഓരോ വിദ്യാർത്ഥി സീറ്റ് വാങ്ങി പഠിക്കുന്നത്. 50 ലക്ഷം 40 ലക്ഷം 1 കോടി രൂപ കൊടുത്തു പോയിട്ട് കുട്ടികൾ ബസ്സിൽ കയറിയ 1 രൂപ, ഈ 42 ലക്ഷം രൂപ ബസ്സിൽ കയറിയാൽ 1 രൂപ. ഈ 1 ലിറ്റർ 100 കുട്ടികളെ കഴിക്കാൻ 1 ലിറ്റർ ഡീസൽ പോലും കഴിക്കാൻ കഴിയും. ഇതൊക്കെ നമ്മളെക്കാട്ടിൽ വ്യക്തമായി ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇത് പണ്ടാരോ പറയുന്ന മാതിരി കഴുതേനെ പുറത്ത് ചുവടുകൾ തേച്ച് കയറ്റി വിട്ടിട്ട് ഇങ്ങനെ ഞെക്കി മൂടി ഞെക്കി വെച്ച് സവാരി ബസ് വെച്ചാൽ കൊണ്ടുപോകും. കൊണ്ടാത്താത്തവനിങ്ങനെ ഇട്ടുപോയിക്കോട്ടെ എന്നുള്ള മനസ്സിൽ അപ്പൊ കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ബസ്സുകാരെ എങ്ങനെ ഒഴിവായി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്നത് വലിയ ഭീഷണി, പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മാധ്യമങ്ങൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ സെമിനാറുമായി സംഘടന. ചെറുപുഴയിലെ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായത് കന്യാകുമാരി സ്വദേശി രാജൻ യേശുദാസ്. പോലീസ് പ്രതിയെ പിടികൂടിയത് അതിസാഹസികമായി. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാരം ജിജേഷ് കൊറ്റാളിക്ക്. സമ്മാനാർഹമായത് കാവലാൾ എന്ന കഥ. പുരസ്കാര വിതരണം കേരളപ്പിറവി ദിനത്തിൽ. സ്വർണം ഇന്നൊരാഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. ചെറുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ കയറി ജീവനക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചെറുപുഴ മേരി മാത ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരി CK സിന്ധുവാണ് അക്രമത്തിന് ഇരയായത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:40 സംഭവം. പ്രതി പിടിയിൽ. യുവതിയുടെ തലയ്ക്കും പുറത്തും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഓടി അക്രമി രക്ഷപ്പെടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ടുവെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടി. കന്യാകുമാരി സ്വദേശിയും ഇപ്പോൾ കർണാടകത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയുമായ രാജൻ യേശുദാസിനെയാണ് ചെറുപുഴ പാണ്ടിക്കടവ് ഭാഗത്തു നിന്നും പോലീസ് പിടികൂടിയത്. പരിക്കേറ്റ യുവതിയെ ചെറുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ജില്ലാ സാമൂഹ്യശാസ്ത്ര മേള ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തല വിഭാഗം ക്വിസ് മത്സരം മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അറിവ്, നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആ ചെറിയൊരു സമയത്തെ ആലോചനയിൽ കൊടുക്കുന്ന ഉത്തരങ്ങൾ, അതാണ് ഇവിടെ എണ്ണപ്പെടുന്നത്. എല്ലാ കുട്ടികളും വിവിധ സബ് ജില്ലകളിൽ മത്സരിച്ച് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചു വന്നവരാണ്. ആ കഴിവ് ഈ ചെറിയൊരു അവസരത്തിൽ ഒന്നും കൂടി പ്രകടിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾ ആരും പരാജയപ്പെട്ടു പോകുന്നില്ല. അടുത്ത അവസരത്തിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റും. നമ്മുടെ അറിവ് അങ്ങനെയാണ്. നമ്മൾ പല പരീക്ഷകൾ എഴുതും. ഒരു പരീക്ഷയ്ക്ക് 1 റാങ്ക് കിട്ടിയാൽ ആയിരിക്കണമെന്നില്ല അടുത്ത പരീക്ഷയ്ക്ക് 1 റാങ്ക് കിട്ടുന്നത്. കാരണം അതിൽ പിന്നോക്കം പോയവന് അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ അവന് പറ്റിയ കുറവുകൾ പരിഹരിച്ച് കൂടുതൽ കരുത്താർജിച്ച് മുന്നേറാൻ പറ്റും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 60 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കൃഷ്ണൻ കുറിയ, വേണു മാസ്റ്റർ തുടങ്ങിയവർ ക്വിസ് മാസ്റ്റർമാരായിരുന്നു. ഹെഡ് മാസ്റ്റർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ SS ക്ലബ് സെക്രട്ടറി ബാബു, ശ്രീജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കാൽ തെന്നി വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിലെ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അഴീക്കോട് ചാൽ കൊയിലേരിയൻ വീട്ടിൽ K നിധിനാണ് തുടർ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇനിയും 3 ലക്ഷത്തിൽ കൂടുതൽ തുക ചികിത്സയ്ക്കായി ആവശ്യമുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വീഴ്ചയിൽ തലയോട്ടി തകർന്ന നിധിന് ഇപ്പോൾ തന്നെ ചികിത്സ ഇനത്തിൽ വൻ തുക ചെലവായി. ഇനിയും 3 ലക്ഷത്തിൽ കൂടുതൽ തുക വേണം. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അത്രയും തുക കണ്ടെത്തുക പ്രയാസകരമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വേദന കൊണ്ട് പൊളയുന്നൊരവസ്ഥയിൽ രണ്ടാമത് ഒരു മേജർ ഓപ്പറേഷൻ കൂടി ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടും സുഖമാകത്തിനെ തുടർന്ന് മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിക്കുകയും മംഗലാപുരം ആശുപത്രിയിൽ നിന്നാണ് തലയോട്ടി സ്റ്റീൽ ഘടിപ്പിക്കണം, അത് മാറ്റിവെക്കണം എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ഈ 2 മേജർ ഓപ്പറേഷനും വലിയൊരു തുക അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരും മറ്റ് സുഹൃത്തുക്കളൊക്കെ തന്നെ ക്രോഡീകരിച്ചിട്ടാണ് ആ സാമ്പത്തികം ഉണ്ടാക്കിയത്. വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി നിതിൻ്റെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ വ്യത്യസ്ത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും പൊതുപ്രവർത്തകർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കമ്മിറ്റി ആക്കിക്കൊണ്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് നിതിൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. സംഭാവന കാനറ ബാങ്ക് കണ്ണൂർ തളാപ്പ് ശാഖയിൽ അക്കൗണ്ട് നമ്പർ 110148870137 എന്ന നമ്പറിൽ അയക്കേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രഘുരാമൻ കീഴറ, കൺവീനർ അർജുൻ TP അഴീക്കോട്, ഷാജി KK മൂന്നുനിരത്ത്, ഗീത കൊയ്യൻ അഴീക്കോട്, CK എന്നിവരും പങ്കെടുത്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കണ്ണൂർ ഡിവിഷൻ കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. CITU കണ്ണൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കാടൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO അസോസിയേഷൻ കണ്ണൂർ സൗത്ത് ബ്രാഞ്ച് സ്ഥാപക ദിനം ആചരിച്ചു. സംഘടനയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കമായത്. പ്രസിഡന്റ് രജീഷ് അണിയാരം പതാക ഉയർത്തി സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അത് ഭരണപക്ഷമായാലും ശരി, പ്രതിപക്ഷം തിരുന്നാൾ ആ സമയത്തായാലും ശരി, കൃത്യമായ നയപരിപാടികളോടുകൂടി നമ്മുടെ സംഘടന അന്നും ഇന്നും ഇനി എന്നും ജീവനക്കാരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പടപൊരുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലാ സെക്രട്ടറി VC സത്യൻ സ്ഥാപക ദിന സന്ദേശം കൈമാറി. പൂർവ്വസൂരികളായ നേതാക്കളുടെ ഓർമ്മകൾ നെഞ്ചേറ്റി അധികാരത്തിൽ ആരായിരുന്നാലും അവകാശ സമരങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് സംഘടന തുടർന്നും നേതൃത്വം വഹിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. വനിതാ ഫോറം ജില്ലാ കൺവീനർ ജയശ്രീ, ജോയിന്റ് കൺവീനർ മെറിൻ സെലീന, സെക്രട്ടേറിയറ്റ് അംഗം ശ്രീനാഥ്, ജില്ലാ കമ്മിറ്റി അംഗം ജലജ, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് നന്ദൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ബ്രാഞ്ച് സെക്രട്ടറി നൌഷാദ് ചേരിക്കൽ സ്വാഗതവും ട്രഷറർ രാജീവൻ KP നന്ദിയും പ്രകാശിപ്പിച്ചു. ശ്വാസതടസ്സം നേരിട്ട് ആശുപത്രിയിലെത്തിയ പിഞ്ചു കുഞ്ഞിന്റെ തൊണ്ടയിൽ കൊമ്പൻ ചൊല്ലി വണ്ട്. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെത്തിയ കുഞ്ഞിന്റെ തൊണ്ടയിലാണ് വണ്ടിനെ കണ്ടെത്തിയത്. ചികിത്സ വൈകിയിരുന്നുവെങ്കിൽ കുട്ടിയുടെ നില ഗുരുതരമാകുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട് വന്ന 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ തൊണ്ടയിലാണ് കൊമ്പൻചില്ലി വണ്ടിനെ കണ്ടെത്തിയത്.
ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെത്തിയ കുഞ്ഞിന് നൽകിയ പ്രാഥമിക ചികിത്സയിൽ മാറ്റം വരാത്തതിനാൽ എൻഡോസ്കോപ്പി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കൊമ്പൻചെല്ലി വണ്ട് തൊണ്ടയിൽ കുടുങ്ങിയത് മനസ്സിലാക്കിയത്. തുടർന്ന് ആശുപത്രിയിലെ എമർജൻസി വിഭാഗവും കുട്ടികളുടെ വിഭാഗവും ENT വിഭാഗവും സംയുക്തമായി ഇടപെട്ട് കുട്ടിയുടെ തൊണ്ടയിൽ നിന്നും വണ്ടിനെ പുറത്തെടുത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുട്ടി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. ചികിത്സ വൈകിയിരുന്നുവെങ്കിൽ കുട്ടിയുടെ നില ഗുരുതരമാകുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചിറക്കലിലെ ഓട്ടോ ഡ്രൈവർ ഉദാരമതികളുടെ കനിവ് തേടുന്നു. ചിറക്കൽ പഞ്ചായത്തിലെ 8-ാം വാർഡ് കോട്ടക്കുന്ന് സ്കൂളിന് സമീപം താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ രതീഷാണ് കനിവ് തേടുന്നത്. 2 കിഡ്നിയും തകരാറിലായ രതീഷിനെ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ഇനി കിഡ്നി മാറ്റിവെക്കലല്ലാതെ മറ്റൊരു പോംവഴിയും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടില്ല. കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സർജറി ചിലവും തുടർ ചികിത്സയും എല്ലാം കൂടി 10 ലക്ഷത്തോളം രൂപ വില വരും. ഈ ഒരു സാഹചര്യത്തിലാണ് ചികിത്സാ സഹായത്തിനായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. HDFC ബാങ്കിന്റെ തളാപ്പ് ശാഖയിൽ ഒരു അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാരം ജിജേഷ് കൊട്ടാളിക്ക്. കഥാരചനയിലാണ് ജിജേഷ് കൊട്ടാളി പുരസ്കാരം കരസ്ഥമാക്കിയത്. കാവലാൾ എന്ന കഥയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പുരോഗമന കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സമാനതകളില്ലാത്ത കയ്യൊപ്പ് ചാർത്തിയ MS സുരേന്ദ്രന്റെ ദീപ്തമായ സ്മരണ നിലനിർത്താൻ രൂപം കൊടുത്ത MS സുരേന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാനതല സാഹിത്യ മത്സരത്തിലാണ് ജിജേഷ് കൊട്ടാളി സമ്മാനാർഹനായത്. ജിജേഷ് കൊട്ടാളിയുടെ കാവലാൾ എന്ന കഥയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 നവംബർ 1 കേരള സാഹിത്യ അക്കാദമി തൃശൂർ ചങ്ങമ്പുഴ ഹാളിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ വിനോദ് കൃഷ്ണയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കും. പാപ്പിനിശ്ശേരി ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അധ്യാപകനാണ് ജിജേഷ് കൊട്ടാളി. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഇന്ന് സ്വർണ്ണ വിപണി ആരംഭിച്ചത് തന്നെ റെക്കോർഡ് വിലയായ 45,920 രൂപയോടെയാണ്. 480 രൂപയാണ് 1 ഗ്രാമിന് വർദ്ധിച്ചത്. ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതാണ് വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 480 രൂപ ഉയർന്ന് സ്വർണ്ണവില കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് വിൽക്കുന്നത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് 45,920 രൂപയാണ്. ഇസ്രയേൽ ഹമാസ് സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുതിക്കുകയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില $2006 സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തിനെ കാണുന്നതോടെ യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുന്നതും കാണാം. മെയ് 5 മുൻപ് സംസ്ഥാനത്ത് സ്വർണ്ണവില ഏറ്റവും ഉയർന്നത്. അന്ന് 45,760 രൂപയായിരുന്നു പവന്റെ വില. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 5,740 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 4,758 രൂപയുമാണ്. അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 78 രൂപയാണ്. 1 ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വിപണി വില 103 രൂപയുമായും തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,780 രൂപ, പവന് 45,920 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. WD ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്നത് വലിയ ഭീഷണി. പ്രതിഷേധവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മാധ്യമങ്ങൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ സെമിനാറുമായി സംഘടന. ചെറുപുഴയിലെ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. പിടിയിലായത് കന്യാകുമാരി സ്വദേശി രാജൻ യേശുദാസ്. പോലീസ് പ്രതിയെ പിടികൂടിയത് അതിസാഹസികമായി. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാരം ജിജേഷ് കൊട്ടാളിക്ക്. സമ്മാനാർഹമായത് കാവലാൾ എന്ന കഥ. പുരസ്കാര വിതരണം കേരളപ്പിറവി ദിനത്തിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.